കാമുകൻ എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ ഒരു പൂക്കി ഇമേജ് ഉള്ള മനുഷ്യനാണല്ലോ. എന്നിട്ട് അങ്ങനെയുള്ള മനുഷ്യനെ നിങ്ങൾ എന്തുകൊണ്ട് ഭീകരനാക്കി? ഇല്ല, ഈ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് ലുക്കു. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ കുട്ടികളൊന്നും പ്രശ്നമല്ല. ഞാൻ പൊടുന്നത് ഇൻ റിയൽ ലൈഫ് ലുക്കു എന്ന് പറയുന്ന കാമുകൻ എങ്ങനെയാണ്? വെരി റൊമാൻറ്റിക്, അൺറൊമാൻറ്റിക് മൂരാച്ചി? അല്ല, ചില സമയം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാ. ചില സമയത്ത് നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആവും, അറിയാലോ. അതൊക്കെ എന്തിനാ നാട്ടുകാരോട് പറയണം? അയ്യോ, ആൾക്കാർ വിചാരിക്കും കയ്യിൽ പോയി ലുക്കു. കുട്ടി അങ്ങനെയൊന്നും ഇല്ലാട്ടോ, ഞാൻ പതിവ്രതയാണ്. പിന്നെ ഇപ്പൊ ആൾക്കാർ കാണാത്ത ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ലുക്കു. എല്ലാം സെറ്റാണ്. സമയമൊക്കെ നമുക്ക് അറിയില്ലല്ലോ. നീ ഇങ്ങനെ നോക്കണേ. അവിടെ അഭിനയം വർക്കായില്ലായിരുന്നു. കാര്യം താങ്കൾ ഒരു നല്ല ആക്ടർ ആണെങ്കിലും അവിടെ അത് സെറ്റ് ആയില്ല. ഞാൻ തലേ ദിവസം പെയിന്റ് അടിക്കാൻ പോയതാ. അപ്പൊ എന്റെ അടുത്ത് പഴയ പഠിപ്പിച്ച മാഷിന്റെ NSSന്റെ മാഷ് പറഞ്ഞാടാ ഇങ്ങോട്ട് വന്നു, എനിക്കൊരു സാധ്യത കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നീ ഒന്നാമത് ഞാൻ ടച്ച് വിട്ടുപോയി. രണ്ടാമത്തെ കാര്യം, എന്റെ കൂടെ പണ്ട് പഠിച്ച അമ്മ ഡിഗ്രി കഴിഞ്ഞു. അമ്മരെ എല്ലാരും കൂടെ എന്നെ അങ്ങനെ മോനെ കൊണ്ടുവിടണ പോലെ കല്യാണം മാത്രം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയാതെ, അങ്ങനത്തെ പ്രായമൊന്നും ഇല്ല. ബാലൻ ഇറങ്ങിയപ്പോ തൊട്ടങ്ങാണ്ട് നടക്കാൻ തുടങ്ങിയല്ലേ നിങ്ങൾ? എത്ര കൊല്ലായി കറക്റ്റ് ഇപ്പൊ? ഞാൻ 2K കിഡാണ്. യുകെയിലായിരുന്നു. ഓനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സുഡാനിന്റെ ലൊക്കേഷനിൽ വന്ന് പോയതിനു ശേഷം പിന്നെ ഓൻ കാണുന്നത് ഈ അതിഭീകര കാമുകന്റെ സമയത്താണത്. മെസ്സേജ് കാണാം. 10 വർഷത്തിന് മെസ്സേജ് ആകെ ചീഞ്ഞ് നാറ്. 10 വർഷം ഇരുന്നിട്ട് ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഒരെണ്ണം കട്ടുകൊണ്ട് പോയി. ഒരെണ്ണത്തിന് ഓൾമോസ്റ്റ് പ്രൊഡ്യൂസറൊക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട്. അതെന്തായി പോയത്? പിന്നെ തിരിച്ച് കണക്ട് ആയിട്ട് ഒരു സിനിമയായിട്ട് ഇപ്പൊ മാറാനുള്ള എന്റെ ഒരു ബിഗിനിങ്. കട്ടോണ്ട് പോയതോ? കട്ടോണ്ട് പോലെ ഇത് നീ തന്നെ എടുത്തു. അതല്ല, അഭിനയിക്കാനായിട്ട് അതിഭീകര കാമുകന്റെ ഭീകര ടീമാണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിലേക്ക്. അപ്പൊ ലെറ്റ് മീ വെൽക്കം ദം. അപ്പോ അശ്വിൻ, ഗൗതം, ദൃശ്യ ആൻഡ് ലുക്മാൻ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അല്ല, ഞാൻ ചോദിക്കട്ടെ, കാമുകൻ എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ ഒരു പൂക്കി ഇമേജ് ഉള്ള മനുഷ്യനാണല്ലോ. എത്ര ഭീകരനായാലും അയാൾ അവിടെ ഒരു പൂക്കി ഇമേജ് ആണ്. എന്നിട്ട് അങ്ങനെയുള്ള മനുഷ്യനെ നിങ്ങൾ എന്തുകൊണ്ട് ഭീകരനാക്കി? ഡയറക്ടർ പറയൂ. ഇല്ല, ഈ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് ലുക്കു. அப்படியா? അതെ, കറക്റ്റ്. அந்த ஆளை பார்த்தா அந்த மாதிரி தெரியலையே. നീ പടം പാത്താ തെരിയുന്നൊക്കെ. ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇത് പോർട്രേറ്റ് ചെയ്യുന്ന തന്നെ ഒരു 12th കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോണ ഒരു ആളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളതും ഇപ്പൊ ലുക്കു എന്ന് പറയുമ്പോൾ എന്താണ്? ലുക്കു ആ സംഭവം ആ ലുക്കിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ കുട്ടികളൊന്നും പ്രശ്നമല്ല. അവിടെ എനിക്ക് പോവല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൊച്ച് 2ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സിൽ. അതെ അതെ, നല്ല വേദന. ഇതൊന്നും 4 ആൾക്കാർ അറിയിക്കാം. 10 വയസ്സിന്റെ ആണോ? കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയില്ല. ഒരു 12 വയസ്സിന് കുട്ടി ഇല്ലില്ല. കണ്ടാ അങ്ങനെ പറയാം. ശരിക്കും പറ. ശരിക്കും വിചാരിച്ച കുട്ടിയൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നില്ല. ശരിക്കുണ്ട്. എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടി. 10 വയസ്സ്. ലുക്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ ഇതിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആള്, ഈ പടത്തിന് ഈ ഒരു പേരിന് അതിഭീകര കാമുകൻ എന്നുള്ള പേരിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരാള്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ് ലുക്കു. അത് പടം കണ്ടു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് ഈ അതിഭീകര കാമുകൻ എന്നുള്ള പേരിന് 100% കറക്റ്റ് ആണ് ഈ പുള്ളി. താങ്കൾക്ക് അറിയാമോ? നമ്മള് ഇനിഷ്യലി ഇതിന് ഒരു ഭീകര കാമുകൻ നടന്നു ഇദ്ദേഹത്തിലെ കാമുകനെ തന്നെ ഇപ്പൊ എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ എനിക്ക് ഇതിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. എനിക്ക് മലയാളത്തിൽ ഞാൻ ഭയങ്കര അത്ര സ്ട്രോങ് അല്ല കേട്ടാ. എനിക്ക് കുറച്ച് വീക്കാണ്.
ഇന്ന് ഇംഗ്ലീഷ് ചോദിക്കൂ. ഇംഗ്ലീഷ് ചോദിക്കണം. ചോദിച്ചോളൂ, കുഴപ്പമില്ല. എനിക്ക് എനിക്കറിയില്ല. ഞാൻ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഞാൻ ചോദിക്കാറ്. ഇംഗ്ലീഷിൽ ഞാൻ വീക്കാണ്. അല്ല അതായത് നമ്മൾ ഈ പടത്തിന്റെ ടൈറ്റിൽ ആദ്യം പ്ലാൻ ചെയ്തിട്ടാണത് ഒരു ഭീകര കാമുകൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ഭീകര എല്ലാത്തിലും ഒരു ആ ഒരു സംഭവം നമുക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ടൈറ്റിൽ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഒരു മാറ്റി അതിഭീകരനാക്കി. അതെ. അപ്പൊ ഈ കാമുകൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു രസമുണ്ട്. അതിലൊരു അതിഭീകര കാമുകനാണ് നമ്മുടെ ലുക്ക്. വെറും കാമുകനല്ല. ഇൻ റിയൽ ലൈഫ് ലുക്കു എന്ന് പറയുന്ന കാമുകൻ എങ്ങനെയാണ്? വെരി റൊമാൻറ്റിക്, അൺറൊമാൻറ്റിക്, മൂരാച്ചി, ഏത് ഗ്രൂപ്പിൽ വരും? അല്ല, ചില സമയം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാ. ചില സമയത്ത് നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആവും, അറിയാലോ. ഐ മീൻ അങ്ങനെ എല്ലാ മനുഷ്യന്മാരും അല്ല, നമ്മളെ ഓരോരുത്തരെ പേഴ്സണലി നമ്മൾ തമ്മിൽ അറിയാലോന്നല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് പേഴ്സണലി വേറെ അറിയാലോ എന്ന്. അതൊക്കെ എന്തിനാ നാട്ടുകാരോട് പറയണം? അയ്യോ, ആൾക്കാര് വിചാരിക്കും നമ്മുടെ കാര്യം ഒന്നും പറയണ്ടെന്നൊക്കെ. അതൊന്നും ആരും പറയണ്ട. അപ്പൊ ഇവിടെ പറയാ കയ്യിന്ന് പോയി സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടെന്ന് വെച്ചിട്ട് കുട്ടി അങ്ങനെയൊന്നും ഞാൻ ഇല്ല, എനിക്കറിയാലോ. അപ്പൊ പറഞ്ഞതെന്താ വെച്ചാല് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രണയത്തിന്റെ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ ഭയങ്കര ക്ലീശ ക്രിഞ്ച് എന്നൊക്കെ പറയല്ലോ. നമ്മൾ ഭയങ്കര പൂക്കിയായി പൈങ്കിളിയാണ്. ഉറപ്പായിട്ടും പ്രണയം പൈങ്കിളിയാണ്. ആ പൈങ്കിളി ആ ഒരു ഏരിയയാണ് ഈ സിനിമ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതായത് കുറെ വർഷത്തിന് ശേഷം കോളേജിൽ പോകുന്നു, പെൺകുട്ടികളോട് സംസാരിച്ചാൽ ഇവൻ വിറക്കും, കൈയൊക്കെ വിറയ തുടങ്ങും, അങ്ങനെ അതൊന്നും പരിചയമില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രണയം അത് അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് അവന്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ ട്രാവലാണ് ഈ സിനിമ പറയാൻ ശ്രമിച്ചത്. പക്ഷെ എനിക്ക് ഇത് ആദ്യം കേട്ടപ്പോഴേ ഒട്ടും ഫ്രഷ് ഒന്നുമല്ല. ഇൻ ദ സെൻസ് നമ്മൾ ഭയങ്കര ഫ്രഷായ പുതിയ പറയില്ല. പക്ഷെ ഈ ഒരു ഇമോഷൻ, ഈ ഒരു ഇത് എല്ലാവരും അനുഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവർ ആരെങ്കിലും ഇത് അനുഭവിച്ച് നമുക്ക് അറിയണ്ടാവും. കണക്ട് ഉണ്ട്. ആ കണക്ഷൻ നമുക്ക് കാണണം, സ്ക്രീനിൽ കാണണം, അത് നമ്മൾ പെർഫോം ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്കും തോന്നുമല്ലോ. ഇനി അറിയില്ല എപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രണയവും കോളേജും ഒക്കെ കിട്ടുന്നത്. ഇനി കിട്ടുമൊന്നുമില്ല. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്താണ് പ്രണയിച്ചൊന്നും മതിയായില്ല. ഞാൻ പറയാൻ വരുമായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ടിലെ എന്റെ പെർസ്പെക്റ്റീവ് കാണിച്ച അടിപൊളി. അല്ല, എന്റെ രണ്ടാമത്തെ പ്രണയം ഇല്ല. പക്ഷെ ദൃശ്യമില്ലാതെ എനിക്ക് പ്രണയിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഈ ദൃശ്യം പറയാം എങ്ങനെയുണ്ടായിരുന്നു? റീൽ പ്രണയം എങ്ങനെ ഉണ്ടായിരുന്നു? റീൽ കാമുകൻ അല്ല, അത് ജുമീന്റെ അടുത്ത് ചോദിക്കണം. എല്ലാം റിയൽ ആക്കിയിട്ട് കേട്ടോ. സിനിമയാണ് ആഗ്രഹിക്കരുത്. ക്യാരക്ടർ വൈസ് അർജുൻ ഒരു ഇൻട്രോവേർട്ട് ആണ്, ഞാനൊരു എക്സ്ട്രോവേർട്ട് ആണ്. അടിപൊളിയായിട്ട് ചെയ്തു ലുക്കു. സൂപ്പർ ആയിരുന്നു. അല്ല, ലുക്കുവിന്റെ ഇങ്ങനത്തെ ഒരു പൂക്കി വേർഷൻ ഇതുവരെ ഇല്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു സംഭവമാണ്. പൂക്കിയും കൂടി ആയി കഴിഞ്ഞാൽ അല്ല, ഇപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ആളെ വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, പക്ഷെ ലുക്ക് മനസ്സിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ ചോദിച്ചത്. ഇതൊക്കെ ഒരു ഫാക്ട് ആണ്. നമ്മളിപ്പോ ആൾക്കാർ കാണാത്ത ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ലുക്കു. പിന്നെ എനിക്ക് എപ്പോഴും ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, എപ്പോഴും ഒരേ ടൈപ്പിൽ ഇങ്ങനെ റൊമാൻറ്റിക് പോണ ആൾക്കാരെ കാണാണ്ട് കുറച്ചൊരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ്. പടം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ഒരു നെക്സ്റ്റ് ഡോർ ആ ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ഇതൊരു റൂറൽ ഏരിയയിലുള്ള ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ മോം കോൺസെപ്റ്റാണ്. അപ്പോൾ ആ അമ്മ ആ മോൻ, അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഈ ക്യാരക്ടറിന് ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ഈ പറഞ്ഞ സ്ക്രിപ്റ്റിന് ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ സാധനവും പെർഫെക്റ്റ്ലി ഉള്ള ആളാണ്. ഒന്നും കുറവില്ല. അതെ, എല്ലാം സെറ്റാണ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ലുക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും. ഇല്ല. എനിക്കത് ഭയങ്കര ചലഞ്ചിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആണ് ആയിരുന്നത്. പ്രണയമൊക്കെ നമുക്ക് അറിയില്ലല്ലോ
നീ എന്താ ഇങ്ങനെ നോക്കണേ? ഞാൻ എന്നോട് അവന്മാരെ പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ കൊറേ പൊക്കി അങ്ങനെയാണ് അടിച്ച് ഉദ്ദേശിച്ചില്ല. അവിടെ അഭിനയം വർക്കായില്ലായിരുന്നു. കാര്യം താങ്കൾ ഒരു നല്ല ആക്ടർ ആണെങ്കിലും അവിടെ അത് സെറ്റ് ആയില്ല. പ്രണയം ഇല്ലാതെ ഒരാളെ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ല. അതാണ് പ്രശ്നം. മനസ്സിലായി. ശരിക്കും എത്ര പ്രണയം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്? കല്യാണത്തിന്റെ മുമ്പ് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടല്ലോ. നമുക്കിവിടെ മറ്റേ സാധനം വേണ്ട, ഡിപ്ലോമസി വേണ്ട. അല്ല, പ്രണയിക്കാത്തവരാരുള്ളത് പറ. പ്രണയിക്കാത്തവരാരുള്ളത്? എല്ലാരും ഏതെങ്കിലും രീതി പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ നമ്പർ കിട്ടിയില്ല. നമ്പർ എന്ന് പറയുമ്പോ 1, 2, 3, 1, 2, 8, 7, 10 ക്ലാസ് ഒരു 3-4 ഉണ്ടായിട്ടുണ്ട്. കയ്യിലൊതുങ്ങോ? കയ്യിലും കാലിലും ഒതുങ്ങും. അതിന്റെ അപ്പുറം കയ്യിലും കാലിലും ഒതുങ്ങും, അതിന്റെ അപ്പുറം പോവില്ല. ഓ മോനെ, എല്ലാ ക്ലാസ്സിലും ഓരോ അങ്ങനല്ല, കയ്യിലും കാലിലും ഒതുങ്ങും പറഞ്ഞാൽ 20 ഉണ്ടെന്നല്ല, ഇതിന്റെ അകത്ത് നിൽക്കും. കയ്യിലും കാലിലും. അശ്വിൻ പറ, എന്ത് എത്ര പ്രണയം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ലൈവല്ലേ, ഞങ്ങള് ജെൻസീസ് അല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്നില്ല. ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കൊടുത്ത ഏതോ ഒരു ഇന്റർവ്യൂല് പറയണ്ടേ, ഞാൻ സിനിമയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായിരുന്നു. അതായത് ഇവനിക്ക് സിനിമയുടെ പ്രായം, മലയാള സിനിമയുടെ ബാലൻ ഇറങ്ങിയപ്പോ തൊട്ടങ്ങാണ്ട് നടക്കാൻ തുടങ്ങിയല്ലേ നിങ്ങള്? എത്ര കൊല്ലായി കറക്റ്റ് ഇപ്പൊ? ഞാൻ 2K കിഡാണ്. യുകെയിലായിരുന്നു. ഗുഡ് ജോബ്. അല്ലല്ലേ? പറ. 2K കിഡാണ് ഞാൻ. എന്താ നിനക്ക് പറയാൻ കോൺഫിഡൻസ് അത് പറഞ്ഞോ? അശ്വിനെ മോൻ പറഞ്ഞിട്ട് ഏക്കണില്ല. അത് അല്ല, ജെൻസിയാണ് കാര്യമായിട്ട് ജെൻസിയാ. അപ്പൊ ഞങ്ങൾക്ക് വാസില്ല, ഈസാണ്, നമുക്ക് അറിയില്ല. ജനറേഷൻ സോംബി. എന്റെ അടുത്ത് ആധാർ കാർഡ് ഉണ്ട്. ജനറേഷൻ സോംബി. ഞാൻ 1986. അപ്പൊ തന്നെ സത്യം പറ. മില്ലേനിയൽസ്, 90s. ഇത് ലോക പടത്തില് കല്യാണി പ്രിയദർശൻ പറഞ്ഞ പോലെയാണ്. ഏജ് ചോദിച്ചു കഴിഞ്ഞാ അറിയില്ല. അതെ, വേറെ ജനറേഷൻ മുമ്പ് വന്ന പോലെയാണ്. അല്ല, ഞാനും ദൃശ്യമൊക്കെ സെയിം ഏജ്. ദൃശ്യം എന്താ? ദൃശ്യമൊക്കെ പഠിക്കുമ്പോഴാണ് സിനിമ അഭിനയം തുടങ്ങിയത്. അന്ന് നീ പഠിക്കുമ്പോ +2 പോലും തുടങ്ങിയില്ല. അല്ലല്ല, +2 എന്ന് പറഞ്ഞ സംഭവമില്ല. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി തൊട്ടാണ്. ശരിക്കും ആ ഒരു സമയത്ത് ഇനി ശരിക്കും വരാ. ശരിക്കും എത്ര കാലമായി സിനിമയ്ക്ക് പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് +2 ആ സമയത്തൊക്കെ സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു തവണ എനിക്ക് +2 കളഞ്ഞിട്ട് +1 +2 ഹയർ സെക്കൻഡറി കളഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. എന്നിട്ടാണ് 10-20 വയസ്സായപ്പോ അവിടെ നിന്ന് വിളിച്ചിട്ട് വീണ്ടും +2 വന്ന് ചെയ്യാൻ പറയണത്. ശരിക്കും പോയി ചെയ്തിട്ട് രണ്ടാമത് പോയി കറക്റ്റ് അതേ സ്കൂളിൽ തന്നെ. കാരണം ഞാൻ രജിസ്ട്രേഷൻ കട്ട് ചെയ്തതാ, അല്ലാതെ ഞാൻ എക്സാം എഴുതി തോറ്റിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എക്സാം എഴുതാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കട്ട് ചെയ്താൽ ഗവൺമെന്റ് തന്നെ നമുക്ക് അലോട്ട്മെന്റിൽ കൊടുക്കാം. എനിക്ക് അലോട്ട്മെന്റിൽ കൊടുത്ത് അതേ സ്കൂളിൽ തന്നെ കിട്ടി. ആ സ്കൂളിൽ കിട്ടുന്നതും ഭയങ്കര രസമാണ്. ആ സ്കൂളിൽ ഞാൻ തലേ ദിവസം പെയിന്റ് അടിക്കാൻ പോയതാ, പുതിയ നാളെ കുട്ടികൾ വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് പഴയ പഠിപ്പിച്ച മാഷിന്റെ NSSന്റെ മാഷ് പറഞ്ഞാടാ ഇങ്ങോട്ട് വന്നു, എനിക്കൊരു സാധ്യത കൂടെ ഉണ്ട്, അലോട്ട്മെന്റിന് കൊടുത്താൽ എനിക്ക് കിട്ടും, ഈ എക്സാം എഴുതിയില്ലല്ലോ, കട്ടാക്കി പോയതല്ലേ, എനിക്ക് സാധ്യത തോറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇനി ഒന്നാമത് ഞാൻ ടച്ച് വിട്ടുപോയി. ഒന്ന് ഞാൻ ടച്ച് വിട്ടുപോയി. രണ്ടാമത്തെ കാര്യം, ഇത് കട്ട് ചെയ്ത് ഇനിയിപ്പോ പോണെങ്കിൽ ട്രിവാൻഡ്രം പോകണം, കട്ടിയൊക്കെ പണി. അപ്പൊ സാറ് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഞാനതൊക്കെ ചെയ്തോളാം, അലോട്ട്മെന്റ് കൊടുത്തോളാം. എന്നിട്ട് അലോട്ട്മെന്റ് എടുത്തു. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇനി ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ കിട്ടി, കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ കിട്ടി. എന്നിട്ട് അവിടെ ചെന്നപ്പോ കൂടെ പഠിച്ചവരുടെ അനിയന്മാരനിയത്തിമാരൊക്കെ ആയിരുന്നു കൂടെ. എന്നെ കൊണ്ടുപോയത് സൂപ്പർ ആയിരുന്നു. സ്കൂബിഡോന്റെ ബാഗ്, മറ്റേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ലേ, ഈ കൊട അങ്ങനത്തെ ആയിട്ട് എന്റെ കൂടെ പണ്ട് പഠിച്ചവന്മാർ, അമ്മ ഡിഗ്രി കഴിഞ്ഞു, അമ്മരെ എല്ലാരും കൂടെ എന്നെ മോനെ കൊണ്ടുവിടണ പോലെ കല്യാണം മാത്രം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയാതെ, അങ്ങനത്തെ പ്രായമൊന്നുമില്ല. മീനത്തിൽ വ്യത്യാസം അതിങ്ങനെ ഇടയ്ക്ക് പറയണ്ട, ഞാൻ പിന്നെ ജെൻ സോംബി എന്ന് പറയേണ്ടി വരില്ലേ. ഇത് പറ, കാമുകനെ കുറിച്ച് പറ. അതിഭീകര കാമുകൻ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്. എന്നെ അട്രാക്ട് ചെയ്ത ഘടകം ലുക്കുവാണ്. ലുക്കുവിന്റെ കൂട്ടുകാരനായിട്ടാണ് ഞാൻ ഇതിൽ. അപ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ലുക്കുവിന്റെ കൂടെ. കൂട്ടുകാരനായിട്ട് നല്ല കൂട്ടുകാരനാണെങ്കിൽ ബെസ്റ്റ്, ഏത് തലത്തിലും ലുക്കുവിന്റെ കൂടെ അഭിനയിക്കണമെന്ന് ഇന്നത്തെ യൂത്തിലുള്ള മിക്ക ആളുകളുടെയും ഒരു ആഗ്രഹമാണത്. യൂത്തന്മാരുടെ അല്ല, അങ്ങനെയല്ല, ഞാൻ പൊതുവെ പറഞ്ഞു, യൂത്ത് സിനിമ ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർക്കൊക്കെ
ലുക്കുവിൻ്റെ സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ലുക്കുവിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അട്രാക്ട് ചെയ്യുന്നൊരു പോയിന്റാണത്. അപ്പോൾ എന്നെ ഈ സിനിമയിൽ ഏറ്റവും കാരണം സുഡാനി സമയം തൊട്ടേ ഞാൻ അവൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഓനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സുഡാനീൻ്റെ ലൊക്കേഷനിൽ വന്ന് പോയതിനു ശേഷം പിന്നെ അവൻ കാണുന്നത് ഈ അതിഭീകര കാമുവിൻ്റെ സമയത്താണത്. ആ മെസ്സേജ് ആണ് 10 വർഷത്തിന് ശേഷം മെസ്സേജ് ആകെ ചീഞ്ഞ് നാറി 10 വർഷം ഇരുന്നിട്ട് ഞാൻ എന്താ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹായ് ബ്രോ എന്തായിരുന്നു, ഹായ് ബ്രോ ഞാൻ എന്തായിരുന്നു ഞാൻ അശ്വിനാണ്, ഞാൻ സുഡാനി ഫ്രം നൈജീരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇതിന്റെ സീൻ കട്ടായി പോയി. 7 സീൻ ഉണ്ടായിരുന്നു, അത് സക്കറിയൊക്കെ കട്ട് ചെയ്തു. അല്ല ഞാൻ ഇവന് മെസ്സേജ് ചെയ്ത് പറയാ ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കവല് അത് തന്നെ. അപ്പൊ ഞാൻ നിന്റെ ഇവരുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു, മെസ്സേജ് പറഞ്ഞു. ആ സമയത്തൊന്നും ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നു അയ്യോ ഭയങ്കര ആളായി പോയി, ഭയങ്കര കാണാത്താണ്. അത് പിന്നെ എനിക്ക് മനസ്സിലായി ആ ഭയങ്കര ലൈറ്റ് ഹാർട്ട് ക്യാരക്ടറാ. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കില്ലല്ലോ. ഞാൻ ഇവന് ഇതിൽ അഭിനയിക്കാൻ വന്നെന്ന് പറയുമ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അശ്വിൻ വരുന്നു. അപ്പൊ അശ്വിനാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ സുഡാനി മുതൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പൊ പിന്നീട് ഞാൻ നിന്റെ പ്രോഗ്രാം കാണുന്നു. അപ്പൊ പൂജക്ക് വരുമ്പോ ഭയങ്കര പൂജക്ക് എന്നെ അട്രാക്ട് ചെയ്ത പോലെ നീ ഉണ്ട് വന്നപ്പോ തന്നെ എന്താ പറയുക, ഇതിൽ കുറെ സീൻസ് അശ്വിനെ പോലത്തെ ആൾക്കാരൊക്കെ വരുമ്പോ കുറെ സീൻസ് ഇപ്പൊ നമ്മള് ഇവർക്ക് ഭയങ്കരമായിട്ട് പൊലിപ്പിക്കാൻ പറ്റും. സെൻസ് ഇവര് സ്റ്റേജും അത്രയും ഓഡിയൻസിനൊക്കെ അങ്ങനത്തെ കുറെ സീൻസ് ഈ സിനിമയ്ക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇവനായിട്ട് വർക്ക് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര എളുപ്പം ഒക്കെ എല്ലാം അതിലപ്പുറം ഞാൻ സ്ഥിരമായി പോകുന്നൊരു വഴിയിലല്ല ഈ സിനിമയിൽ എന്റെ കഥാപാത്രം. എന്റെ ക്യാരക്ടറിന് എനിക്ക് പേഴ്സണലി ഈ സിനിമ പറഞ്ഞ പോലെ ക്രിഞ്ചും അങ്ങനെയൊക്കെ സാധ്യതയുള്ള സിനിമയാണ്. കാരണം എന്നും പ്രണയം ക്രിഞ്ചാണല്ലോ. അങ്ങനെയൊക്കെ വരുമെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും സിനിമ. കാരണം എന്റെ ക്യാരക്ടറിന്റെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതെനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ഈ പടം എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരുടെ കെമിസ്ട്രി തന്നെ ഒരു ഭയങ്കര വെറൈറ്റി കെമിസ്ട്രി ആയിരിക്കും. നമ്മളിത് പക്ഷെ എനിക്ക് ആക്ച്വലി ഞങ്ങളുടെ ഇമോഷൻ ഒന്നും ഇല്ല. ട്രെയിലറിൽ നമ്മള് മേജർ ഏരിയ ഒന്നും കാണിച്ചിട്ടില്ല. ട്രെയിലർ എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ഒരു പടം വരുന്നുണ്ടെന്നുള്ള നമ്മൾ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ട്രെയിലറാന്ന് പറയാൻ പറ്റും. കാരണം ഈ ട്രെയിലർ കണ്ടിട്ട് ഈ പടം ഇങ്ങനെയാന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ രണ്ടുപേരും കെമിസ്ട്രിയും ഭയങ്കര ഒരു സംഭവം. കാരണം ഒരു പടം ആയിരിക്കില്ല ചിലപ്പോ. അതെ, അത് മാത്രമല്ല എനിക്ക് സൈഡിൽ കൂടെ അല്ല അങ്ങനെയല്ല, ഞാനൊരു അല്ല അതല്ല നമ്മളിപ്പോ നമ്മള് സ്ഥിരമായിട്ട് ലാലേട്ടൻ നമ്മള് ശ്രീനിവാസൻ അവരുടെ ആ ഒരു കോംബോയില് അതല്ല അതുപോലത്തെ ഒരു കോംബോ ഇത് ഫീൽ ചെയ്യും. ബന്ധങ്ങളൊക്കെ പോണോ അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനല്ല. പക്ഷെ ഞങ്ങള് ഒരു എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ബോണ്ട് ഉണ്ട്. അത് സിനിമയ്ക്ക് ശേഷവും നിലനിന്നിട്ടുണ്ട്. അത് നിന്നതിന്റെ റീസൺ ആ ക്യാരക്ടേഴ്സ് നമുക്ക് ആ ഒരു ഡെപ്ത് ഭയങ്കര എല്ലാവർക്കും. ഈ ട്രെയിലറിന്റെ താഴത്തുണ്ടല്ലോ കൂടുതൽ വന്നേക്കുന്ന കമന്റ്സ്, അയ്യോ ഇത് ഹാപ്പി വെഡിങ്ങിലെ കൊച്ചില്ലേ, ഈ കൊച്ചി ഇതുവരെ ഒരു ആ കമന്റ് ഇടാൻ കൊടുത്തവർക്ക് പൈസ ഇതുവരെ കൊടുത്തു തീർന്നിട്ടില്ല. ഫേക്ക് ന്യൂസ് ഇതുവരെ പറഞ്ഞതെല്ലതും റിയൽ ആണോ? എല്ലാം ഫേക്ക് അല്ലേ? നോ ഫേക്ക് ന്യൂസ്. ഈ കുട്ടി എവിടായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ അതിനൊരു ഉത്തരം കൊടുക്ക്. എവിടെയായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂര് പോയിണ്ടായിരുന്നു പഠിക്കാൻ അതിന്റെ കാര്യങ്ങൾ. ഫിലിം മേക്കിംഗ് ആണോ പഠിക്കാൻ പോയത് താങ്കൾ? അതെ. മനസ്സിലായി. പിന്നല്ലാതെ ഇവിടുന്ന് കേറുമ്പോ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതേതോ അല്ലേ? അല്ല, ഫിലിം ഞാൻ ആക്ച്വലി ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രതീക്ഷിക്കാണ്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷൻ എങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്തായാലും ഇതിന് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണമല്ലോ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചു. എന്നിട്ട് എങ്ങനെയുണ്ട്? അതൊരു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി പ്രാക്ടിക്കൽ നോളേജ് ആണ്, അല്ലാണ്ട് തിയറിറ്റിക്കലി നമ്മൾ പഠിച്ച് വന്ന് ഇത് ചോദിക്കുമ്പോൾ ആൻസർ പറയുന്ന അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ തിങ്. അപ്പൊ അത് ചെയ്ത് നമ്മള് 10-12 ടേക്ക് ആക്ടർ പോട്ടെ, പക്ഷെ ഫിലിം മേക്കിംഗ് പഠിച്ച ഒരാളും കൂടെ ആവുമ്പോ കൂട്ടത്തിൽ നിന്നൊരു ഫിലിം മേക്കർ പടം എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കും. നോട്ടീസ് ഇൻ യുവർ ഡയറക്ടർ കൊറേ കാര്യങ്ങൾ.
ഒരുപാട് കാര്യങ്ങൾ. ഒരുപാട് നമുക്ക് 2 ഡയറക്ടേഴ്സ് ഉണ്ട്. 2 ഡയറക്ടർ. കോ ഡയറക്ടർ അവിടെ CC ആണ് കൊറോണ ദബാൻ ഡയറക്ടറാണ്. ആളെവിടെ എന്താ കൊണ്ടുവരാ ഞാൻ? അത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൺ ദി വേല. എന്നാ നിങ്ങളുടെ 2 ഡയറക്ടേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? അവര് ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ചെയ്യല്. പിന്നെ അവരുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവര്. അതായത് ഒരു ഡയറക്ടർ ആക്ടർ ആ ഒരു ബോണ്ടേ അല്ല. CC ബ്രോ ആയാലും ഗൗതം ബ്രോ ആയാലും ഭയങ്കര ഒരു ബോണ്ടാണ്. അപ്പോൾ സീൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തായാലും നമുക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അത്ര ഒഫീഷ്യൽ ഫീൽ ഇല്ല. ഒട്ടുമില്ല. സാധാരണ 2 ഡയറക്ടേഴ്സ് ആർക്കും ഇല്ല ഇവിടെ. സാധാരണ 2 ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ വന്നൊന്നും എനിക്കില്ല. സാധാരണ 2 ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക എപ്പോഴും ഭയങ്കര അഭിപ്രായ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്ന ഏരിയ ആണല്ലോ. അപ്പൊ എന്തായാലും ഒരു തല്ലിനുള്ള സാധ്യത നമ്മള് കാണുന്നുണ്ട്. അതായത് അവിടെ ഞാൻ പറഞ്ഞ ഞാനല്ല ഇത് പറഞ്ഞെന്നുള്ള ഒരു സാധനമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവരുടെ ഇടയിൽ എന്താന്ന് വെച്ചാൽ അത് ഇവരെ ബോണ്ട് എന്താ വെച്ചാൽ എനിക്ക് സീസിനെ ആദ്യം അറിയണ്ടായിരുന്നുള്ളൂ. സീസിയാണ് എന്നോട് വന്ന് കഥ പറഞ്ഞത്. ഞങ്ങൾ മുന്നേ ചെയ്ത പടം സീസിനെ ഒപ്പായിരുന്നു, കൊറോണ ദബാനായിരുന്നു. സീസിയാണ് പിന്നെ പറയുന്നത്. പിന്നെയാണ് ഗൗതം ബ്രോയും സീസിയും തമ്മിലുള്ള കോംബോ ആണ് എന്നുള്ള പരിപാടി പറഞ്ഞത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് കോഴ്സ് നമ്മൾ ആദ്യം ആലോചിക്കുമല്ലോ അത് അയ്യോ എങ്ങനെയായിരിക്കും 2 ഡയറക്ടേഴ്സ്. ഗൗതം ബ്രോനെ എനിക്കറിയില്ല. പിന്നെ നമ്മൾ ലൊക്കേഷനിലെത്തി നമ്മൾ ഇതിന്റെ ഡിസ്കഷനൊക്കെ തുടങ്ങി ഗൗതം ബ്രോനായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പുള്ളി ഇത് പെട്ടെന്ന് വന്നൊരു ഡയറക്ടർ ആയതല്ല എന്നും ഇത് പുള്ളി ഇതിന്റെ പാഷനേറ്റ് ആണെന്നും ഇതിനു വേണ്ടി പഠിച്ച് പുള്ളി ജോലി ചെയ്യുന്നിടത്തുനിന്ന് പോലും സിനിമക്ക് വേണ്ടി പുള്ളിയുടെ ഏരിയൊക്കെ മാറ്റി വെച്ച് ഇതിന്റെ ഒപ്പം നിന്നാണ്. അപ്പോൾ ആ ഒരു പാഷനേറ്റ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയി. അല്ലെങ്കിൽ നമ്മൾ വെറും ഒരു പേരിന് വേണ്ടി അല്ലെ അങ്ങനെയൊക്കെ തോന്നുമല്ലോ ചില പല ഫെയിം നോക്കി വരുന്നത്. അങ്ങനെയല്ല, സിനിമനെ അത്ര അറിയുന്ന ആൾ തന്നെയാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. അപ്പൊ സീസിയുടെ കൂടെ എന്നുള്ളത് പുള്ളിക്കും 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇത് സാധാരണ ഒരു പടം എടുക്കുമ്പോൾ ഒരു കോളാണ്. അപ്പൊ ഒരാൾ തീരുമാനിക്കും. ഇതിലങ്ങനെ ഇതില് എല്ലാ കാര്യം 2 പേർക്കും ഓക്കെ ആയ സാധനമാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. നമ്മൾ ഈഗോ ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കംഫർട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ചിലപ്പോൾ CCക്ക് ഓക്കെ ആയിട്ട് തോന്നും, ശരി എനിക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇത് എനിക്കൊരു ഇത് തോന്നുന്നു പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ടേക്കും കൂടി പോകും. പക്ഷെ എത്ര ടേക്ക് പോയാലും ലുക്ക് പിന്നെ അങ്ങനത്തെ എല്ലാ ആർട്ടിസ്റ്റും ഇട്ടാ നമുക്ക്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് 2 പേരുടെ ഡിസിഷനും കൂടി വരുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ എന്ത് വന്നാലും 2 ഡിസിഷൻ ഉണ്ട്, ഒരു ഡിസിഷൻ അല്ല. അപ്പോൾ 2 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സും വരും. അതല്ല ക്ലാരിറ്റി വ്യത്യാസം വരില്ല. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ വീണ്ടും നമ്മളത് സെറ്റ് ചെയ്യും. അത് ഓക്കെ ആകുമ്പോൾ അത് ഓക്കെ ആവും. അപ്പൊ അടുത്ത ആളെ സാധാരണ അങ്ങനെയല്ലോ, ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. അപ്പൊ നമ്മൾ 2 ഏരിയയിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അത് രസം ഉണ്ടാവും മൊത്തത്തിൽ. എന്തായാലും ഫൈനലി സിനിമ നന്നാവുക എന്നുള്ളതാണ് അതിന്റെ എൻഡ് ഓഫ് ദി ഡേ. എന്നിട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ സാധനം കണ്ടിട്ട് എങ്ങനെയുണ്ട് ഫൈനൽ പ്രോഡക്റ്റ്? ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതെ. പിന്നെ സാധാരണ അങ്ങനെ പറയുള്ളൂ, എന്തായാലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇന്റർവ്യൂവിന് വന്നിട്ട് എന്തോ ഒരു കുറവുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഞാൻ പേഴ്സണലി ഭയങ്കര ആഗ്രഹിക്കുന്നത് എങ്ങനെയാ എന്നെ തെറി വിളിക്കോ. കാരണം ഞാൻ ഇങ്ങനത്തെ സത്യം എന്തോ ഞാൻ ഇങ്ങനത്തെ ഇത്രയും പൂക്കിയാനായിട്ടില്ല. എന്റെ ഗർഭം ഇത്രയും പ്രണയം. പക്ഷെ അത് വർക്കായ ഭയങ്കര രസമായിരിക്കും. അത് അതെ നമ്മള് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണമെന്നും ഫസ്റ്റ് തൊട്ടേ നമുക്ക് മൈൻഡിലുള്ളതാണ്. അപ്പോൾ ഞാനൊരു പടം നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മൈൻഡിലുള്ളതാണ് നമുക്ക് ആ കൊടുക്കുമ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർക്ക് നമ്മളൊരു പ്രോഡക്റ്റ് അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും അടുത്ത പടം ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ആൾക്കാർ ഓക്കെ ആ മിനിമം ഗ്യാരണ്ടി ഒരു വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ അതിനുള്ള എല്ലാ എഫേർട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട്. സാധാരണ ഒരു പടം എടുക്കണ രീതിക്കല്ല ഇതിന്റെ ബഡ്ജറ്റും വന്നിട്ടുള്ളത്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലെ ടെക്നിക്കൽ ടീം ആയാലും എല്ലാവരും സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്മൾ രമേശ് ചേട്ടനാണ് കാന്താരൊക്കെ ചെയ്യുന്ന, രമേശ് ചേട്ടനാണ് നമ്മുടെ കളറിസ്റ്റ് ചെയ്യുന്നത്, വിഷ്ണു സുജാതൻ. അതുപോലെ നമ്മുടെ ഈ ടെക്നിക്കൽ ടീം എല്ലാവരും സ്ട്രോങ് ആണ്. മ്യൂസിക് ബിബിൻ അശോക്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഓണമോട് പോലെ ശ്രീറാം നമ്മുടെ ആദ്യത്തെ പാട്ട് പാടിയിട്ടുള്ളത്. അതെ, ഫെജോ 2ാമത്തെ പാട്ട് പാടുന്നു. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ടെക്നിക്കലി നമ്മൾ ഈ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്റൻഷൻ. പിങ്ക് ബൈസൺ സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഈ സ്റ്റുഡിയോ തുടങ്ങാൻ തന്നെ കാരണം അത് ബേസ് ചെയ്തിട്ടാണ്. ഈ നമ്മൾ ആ ട്രെയിലർ കാണുമ്പോഴേ അതിൽ ഈ അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ തന്നെ അതിന്റെ അകത്ത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ റെഫറൻസ് വരുന്നുണ്ട്. നമ്മൾ പ്രണയം എന്ന് പറയുമ്പോൾ ഇവരുടെ ഒക്കെ മുഖം തലയിൽ പോകും. പല ക്യാരക്ടേഴ്സും ഈ സോളമൻ ഉൾപ്പെടെ കുറെ സാധനങ്ങൾ പോകും.
അങ്ങനെ പ്രണയം എന്ന് ആലോചിക്കുമ്പോഴേ തലയിൽ വരുന്ന മമ്മൂക്ക ലാലേട്ടൻ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ, അല്ലെങ്കിൽ ഏതെങ്കിലും സീനുകള് അതേതാ അല്ല കൊറേ വേണം നമ്മളെ മറ്റേ സിനിമയില് പറ എന്നോട് പറ വന്ദനം. ഓ ചിത്രം. പിന്നെ നമ്മൾ നേരത്തെ പ്രിയദർശൻ തൂവാനത്തുമ്പികളൊക്കെ ശരിക്കും അതെ വേറെ തരം. മമ്മൂക്ക എന്നില്ല കേട്ടോ. മമ്മൂക്കയുടെ പ്രണയപടങ്ങൾ ഏതാ പറ. തമിഴ് പടമല്ല, ഐശ്വര്യയുടെ കൂടെ ഉള്ള പടം. മമ്മൂക്കാനെ വന്ന് ടച്ച് ഫേവറേറ്റ് കാണുമ്പോൾ ഇങ്ങനെ മെയിലിങ്ങനെ അതിപ്പോഴും നമുക്ക് ആ പടം എപ്പോഴും രോമാഞ്ചാണ് അല്ലേ. ടച്ച് ചെയ്യുമ്പോ നമുക്കൊരു ഒരു അത് പുള്ളിയുടെ നിപ്പൊക്കെ നമുക്ക് വേണ്ടെന്നുള്ളത് ഇഷ്ടമുണ്ട്. പിന്നെ പ്രണയം എനിക്ക് നമുക്ക് അതൊക്കെ ഇത് ഭയങ്കര ഫേവറേറ്റ്. എനിക്ക് അഴകിയ രാവണല്ലേ മമ്മൂട്ടിയുടെ പ്രണയം ഭയങ്കര രസല്ലേ. അത് വേറെ ടൈപ്പ് വേറെ മീറ്റർ. ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ പുള്ളി ഒരു സൈക്കോ ആയിരുന്നു. അതെ ബിജുമനല്ല സൈക്കോ അല്ലേ അതില്. ആ ബിജുമേന ഒരു നോർമൽ സൈക്കോ, ഇപ്പള്ളി വേറെ ലെവൽ സൈക്കോ. ഇച്ചിരൂടെ ഇഷ്ടപ്പെടുന്ന സൈക്കോ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരിയേ നമ്മളിത് തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, അതായത് കാർ ഉണ്ടെങ്കിൽ ചാൻസ് കിട്ടും എന്നുള്ളതുകൊണ്ട് കാറ് റെന്റിനെടുത്ത് ആ ഉണ്ട് എന്ന് പറഞ്ഞ കാറ് റെന്റിനെടുത്ത് നമുക്ക് ചാൻസ് കിട്ടുന്നു. ഇപ്പൊ കാറും ഉണ്ട് ചാൻസും ഉണ്ട്. ഹൗ ഡു യു ഫീൽ ഈ 10 വർഷത്തെ ഈ സാധനം ഉണ്ടല്ലോ, സിനിമ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മളിപ്പോ വിചാരിച്ച് ഡ്രീം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണല്ലോ. ഹൗ ഡു യു ഫീൽ? അല്ല ആക്ച്വലി അത് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു യാത്രയില്. പക്ഷെ എന്താ പറയാ, ഈ കാറുണ്ട് എന്നൊക്കെ അന്ന് കള്ളം പറയുന്നത് എല്ലാ സിനിമക്ക് വേണ്ടിട്ടായിരുന്നു. എങ്ങനെയാലും ചാൻസ് കിട്ടുന്നു. ഇനി ഞാൻ എന്റെ കയ്യിൽ കാറില്ല എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടൂല, ചിലപ്പോ ചാൻസ് പോവോന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഫസ്റ്റ് ആദ്യത്തെ ഇതില് കാറ് വേണം, ആക്ടറും വേണം. അപ്പൊ കാറുള്ള ആക്ടർ ആണെങ്കിൽ എല്ലാവരോടും ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു. കാറുണ്ടാന്ന് വെച്ചപ്പോ കാറുണ്ടെന്ന് പറഞ്ഞു. കാറ് റെന്റ് കാറൊക്കെ എടുത്തോണ്ട് സ്വന്തം കാറാന്ന് എത്ര 5-6 പടം കഴിഞ്ഞാൽ റെന്റിന്റെ കാശ് കൊടുത്തു. അപ്പൊ അതിന് കാശ് കിട്ടിയില്ലേ? അതിന് കാശില്ലാത്തോണ്ടാണ് കാറിൽ ആക്ടർ വേണമെന്ന് പറഞ്ഞത്. ഇൻ ദ സെൻസ് അവർക്ക് തന്നെ പ്രൊഡക്ഷൻ അർഷദ്ക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അർഷദ്ക്ക അത് ചെയ്തത് സ്വന്തം വൈഫിന്റെ സ്വർണം ഇതൊക്കെ വെച്ച്. ആ പടം റിലീസ് ആവും ചെയ്തിട്ടില്ല തിയേറ്ററിൽ. ദായം 12 റിലീസായില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ഹോസ്റ്റലിൽ താമസിച്ച് ഒരുമിച്ച് ഒരു ട്രാവലറിൽ യാത്ര ചെയ്ത് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു. അതില് അങ്ങനെ പേയ്മെന്റ് ഒന്നും അതല്ല, അതിന് ശേഷമുള്ള കുറെ സിനിമേന്റെ പേയ്മെന്റ് ഇല്ല. പിന്നെ അപ്പൊ ശരിക്കും എന്ന് തൊട്ടാണ് ഓക്കെ ഞാൻ ഒഫീഷ്യലി ഒരു ആക്ടർ ആണെന്നുള്ള ഒരു ഫീൽ നമുക്ക് സെൽഫ് തോന്നില്ല? അത് ഏത് സിനിമ തൊട്ടാ തോന്നി തുടങ്ങിയ? ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ആയി വരിക ചെയ്തത്. അതിപ്പോ സുഡാനിയൊക്കെ കഴിഞ്ഞപ്പോ നമുക്ക് സുഡാനി ഭയങ്കര ഹിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. നമ്മള് എത്ര എന്ത് പെർഫോമൻസ് എന്ത് ക്യാരക്ടർ ചെയ്താലും ആ പടം വർക്കായിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊരു ഉപകാരമില്ല. അത് അപ്പോൾ സുഡാനി ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഹിറ്റ് ആയപ്പോഴാണ് ഞാൻ ഹിറ്റായി ഇങ്ങനെയാണല്ലേ, അപ്പോഴാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്. പിന്നെ ഉണ്ടയാണ് ശരിക്കും എനിക്ക് ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ ഉറപ്പിച്ചത്. ഓക്കെ എനിക്കിത് പറ്റും. അതുവരെ എനിക്കിപ്പോഴും ഉണ്ട് കുറെ സെൽഫ് ഡൗട്ടുകളൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള പേടിയുണ്ട്. വലിയ ക്യാരക്ടറൊക്കെ വന്നപ്പോ ഉണ്ടൊക്കെ വന്നപ്പോ പേടിയായി പോയി. അയ്യോ ഇത്ര വലിയ ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ ഒറ്റയ്ക്കിരുന്നൊക്കെ ആലോചിച്ചിരുന്നത് ഇതിപ്പോ സിനിമ നടക്കുമ്പോ ഈ ത്രൂ ഔട്ട് ഞാൻ ഉണ്ടാവില്ലേ? മറ്റേ ഞാൻ ചെറിയ ചെറിയ സീനിലും ഇതിലൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ. അത് നമുക്ക് അത്ര ഇത് ഭയങ്കര വെല്ലുവിളി ഇല്ല എന്നൊക്കെ ആലോചിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ രസമുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞപ്പോ അങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഭയങ്കര സെൽഫ് ഡൗട്ടിൽ ഇരിക്കുമ്പോ സിനിമ റിലേറ്റഡ് എന്തെങ്കിലും ഭയങ്കര ടെൻഷനൊക്കെ ഉള്ളപ്പോ ഈ വെളുപ്പാങ്കാലത്തൊക്കെ കിടന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുമല്ലോ ചിലപ്പോൾ. അങ്ങനെ വരുമ്പോ അപ്പോ ആ നേരത്ത് വിളിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട് ആരാ? അതായത് എപ്പോ വേണേലും വിളിക്കാം, കുറച്ച് നമ്മള് അപ്പൂന് മാത്തനെ പോലെ എന്നൊക്കെ പറയണ പോലെ വിളിച്ചാൽ ഇത്തിരി സമാധാനം കിട്ടുന്ന ഒരാളാണ്. കുറച്ച് പേരുണ്ട്. അത് ഞാൻ നൗഷാദ് ബോംബെ എന്ന് വിളിക്കും. നമ്മളെ ഉണ്ടയിലൊക്കെ ഉണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെട്ടു. ഞങ്ങൾ എപ്പോഴും അങ്ങനെ സംസാരിക്കും. ഗോകുലേട്ടൻ, ആക്ടർ ഗോകുലേട്ടൻ, ഖാലിദ് റഹ്മാൻ, മുസിം ബരാരി, അങ്ങനെ സിനിമയിലുള്ളവരൊക്കെ. അല്ലാതെ എൻ്റെ സിനിമക്ക് പുറത്തുള്ള എൻ്റെ പഴയ ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. എൻ്റെ മുനീർ ഉണ്ട് എൻ്റെ കൂടെ ഉള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ സാലിയൊക്കെ, മുനീർ സാലി. അവരെൻ്റെ കോളേജ് മുതലുള്ള ഫ്രണ്ട്സാണ്, ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവരെയും ആണ് പിന്നെ ഞാൻ വിളിച്ച് സംസാരിക്കും. ആരൊക്കെ കുറവാ, പക്ഷെ പണ്ടത്തെ അത്ര ഇല്ല. എന്ത് ഞാൻ എന്നോട് തന്നെ പറയൂ, എടാ ലിപ്മാനെ അങ്ങനല്ല, നീ ഇതെന്താ ഇങ്ങനെ ചെയ്ത്, എന്താണ് അങ്ങനെ ചെയ്ത്? ഞാൻ എന്നെ തന്നെ ക്രിറ്റിസൈസ് അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യും, എന്നെ തന്നെ അങ്ങനെയൊക്കെ. അതെല്ലാവരും ചെയ്യും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ഭയങ്കരമായിട്ട്. സീരിയസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി. സീരിയസ് ആയിട്ട് ചെയ്ത് നോക്കിയത്
ഇല്ല അത് ഞാൻ ആക്ച്വലി ഇന്റർവ്യൂല് കേട്ടപ്പോ ഇനി ഓഫായി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മളോടാണ്. അത് നമ്മളോട് സംസാരിക്കാനുള്ള നമുക്കൊരാളെ ഫ്രണ്ട് വെച്ച് സംസാരിക്കാനാണ് കണ്ണാടി. ഈ സെൽഫ് ടോക്ക് നടക്കലുണ്ട്, നമ്മളോട് സംസാരിക്കും. പക്ഷെ ഈ കണ്ണാടി നോക്കി വർത്താനം അതൊന്നുകൂടി എഫക്റ്റീവാ ആണല്ലേ. ഇപ്പൊ ഈ സിനിമയിൽ നമുക്ക് എത്ര സിനിമകൾ ചെയ്താലും ആസ് എൻ ആക്ടർ എത്ര പ്രൂവ് ചെയ്താലും ഒരു ഹിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ 10 വർഷത്തെ ജേണിയിൽ സിനിമയെ കുറിച്ച് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയാ? ഒരു കാര്യം ബാക്കി ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോഴുള്ള ഓഡീഷൻ ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പിലെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഈ അശ്വിനെയൊക്കെ പോലെ 183 ഓഡീഷൻസിനൊക്കെ പോയിട്ടുള്ള ഏതെങ്കിലും പിള്ളേര് ചോദിക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കുക അവർക്ക്? ഞാൻ ഇപ്പൊ അശ്വിനൊന്നും കമ്പയർ ചെയ്യണ്ട. അശ്വിനൊക്കെ ഇപ്പൊ സിനിമകളായി. അശ്വിൻ എങ്ങനെയാ? അശ്വിൻ അഭിനയിക്കണു, അമ്മ അഭിനയിക്കണു, അച്ഛൻ മാത്രം പാവം വീട്ടിൽ മെസ്സേജ് അയക്കണു അല്ലെ. ഇഷ്ടം പോലെ ഡേറ്റ് ഇല്ല രണ്ടുപേരും. അല്ല ഇപ്പൊ ആ ഇതിൽ തന്നെ പലരും പല സിനിമകളും ഉണ്ട് കേട്ടോ. എല്ലാരും ആ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും പല സിനിമകൾ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം. അതിൽ തന്നെ അത് പോസ്റ്റ് ഒക്കെ ഇടും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി റീയൂണിയൻ പരിപാടിയൊക്കെ അതിൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറെ പേരുണ്ട്, 100ന്റെ മേലെ 100. അത് ഞങ്ങൾ ഈ പടം ഉണ്ടായില്ലേ, അനിൽ രാധാകൃഷ്ണന്റെ പടം ഉണ്ടായിരുന്നു, കണ്ടീസ് എന്ന് പറഞ്ഞ 7000 കണ്ടീസ്. ഇതിന്റെ പേര് കണ്ടീസ് എന്നാ. 7000 കണ്ടി. അവിടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലാണല്ലോ നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് ഇത് മറ്റേ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് 600 500 ആൾക്കാരുണ്ടാവും. 500 ആൾക്കാരുണ്ടാവും. വലിയ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് വിളിക്കുക ചെയ്യാ, ഒരു 10 ആൾ വന്ന 10 ആളും 2 ലേഡീസും ഒരു 8 ബോയ്സും, എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ അസിസ്റ്റൻസിന് ഇഷ്ടമുള്ളവരായിട്ടോ കണക്ഷൻ ഉള്ളവരായിട്ടാണോ ആദ്യം വിളിക്കുക. അപ്പൊ അവര് പോകും. അപ്പൊ നമ്മളെന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് നമ്മള് മൊബൈലിൽ തന്നെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യും. അവിടെ നിന്നിട്ട് ഒരു ഷോർട്ട് പറ്റുന്നതൊക്കെ ചെയ്യും, അഭിനയിക്കും. ഓരോരുത്തർ അഭിനയിച്ച് അന്ന് റീലല്ല, എന്താ സ്ഥലത്ത് വീഡിയോ എടുക്കും. അതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് സിനിമ ചെയ്യണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതിൽ അങ്ങനെ ഉണ്ടാക്കിയ ഗ്രൂപ്പ്. അത് ശരിക്കും ആക്ച്വലി ഡു യു ഹാവ് എ പ്ലാൻ ടു മേക്ക് എ ഫിലിം? അങ്ങനെ പക്ഷെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് എപ്പോഴാണെന്നില്ല. അന്ന് ഈ പഴയ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിനകത്ത് പറയണ്ടായിരുന്നു, ഞാൻ 2 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഒരെണ്ണം കട്ടുകൊണ്ടുപോയി, ഒരെണ്ണത്തിന് ഓൾമോസ്റ്റ് പ്രൊഡ്യൂസറൊക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട്. അത് എന്തായി? പക്ഷെ പോയത് പിന്നെ തിരിച്ച് കണക്ട് ആയിട്ട് ഒരു സിനിമയായിട്ട് ഇപ്പൊ മാറാനുള്ള എന്റെ ഒരു ബിഗിനിങ്. കട്ടുകൊണ്ട് പോയതോ? അത് പിന്നെ വേറെ ഡൈവേഷനിലൊക്കെ പ്ലാനായി. കട്ടുകൊണ്ട് പോയതാ? എന്നുവെച്ചാൽ അത് വേറെ തരത്തിൽ സിനിമയാവാൻ പോയിരുന്നു തുടങ്ങിയതിന്റെ. അത് എനിക്ക് തോന്നുന്നത് 2 വർഷം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് തന്നെ കറങ്ങി തിരിഞ്ഞു വന്നു. എന്നുവെച്ചാൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. കട്ടോട്ട് പോയ അല്ല, കട്ടോട്ട് പോയ ഇത് നീ തന്നെ എടുത്തു. അതല്ല, അഭിനയിക്കാനാ വിളിച്ചത്. സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേ അത് വേറെ ടീം തന്നെ വിളിച്ചത്. ഈ പോയ ടീം ഒക്കെ കഴിഞ്ഞു, 2 വർഷമൊക്കെ കഴിഞ്ഞു. അത് ചേഞ്ചസ് ഒക്കെ വേറെ ടീം അത് ചെയ്യണത്. ഇപ്പൊ ആയിട്ട് ഈ മെമ്പർഷിക്ക് ശേഷം വന്ന ഓളാ എനിക്ക് നല്ലൊരു കള്ളനാട്ടം. അത് ഭയങ്കര പോസിറ്റീവ്. പക്ഷെ അത് പരിപാടി വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയില്ല പരിപാടി. എന്നിട്ട് അവരെടുത്ത് പറഞ്ഞില്ലേ ഇതേ അതൊക്കെ പറഞ്ഞു, അവർക്കൊക്കെ അറിയാം. എന്നിട്ട് അതൊക്കെ നമ്മൾ ലൊക്കേഷനിലൊക്കെ ഞങ്ങൾ നൈറ്റ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനൊക്കെ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ ബാക്കി ഉണ്ടായ മിക്ക ആർട്ടിസ്റ്റുകൾ ഇപ്പം മെയിൻ സ്ട്രീമിലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നൈറ്റ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇപ്പോൾ, കാരണം 2 വർഷത്തിന്റെ മാറ്റങ്ങളുണ്ട്. പക്ഷെ അതല്ല സംഭവിച്ചിട്ടില്ല. പിന്നെ അല്ലടാ, ഇത് കട്ടോണ്ട് പോയി പറഞ്ഞ നീ കഥ പറഞ്ഞിട്ട് അത് സ്ക്രിപ്റ്റ് കൊണ്ടേതാണോ അതോ സ്ക്രിപ്റ്റ് കൊണ്ടേതല്ല? ഐഡിയ പറഞ്ഞപ്പോ മൊത്തം ഐഡിയ ഉണ്ടേ. ഈ ഉദയനാട് താരം താങ്കളിൽ നിന്ന് ഇൻസ്പയർഡ് ആയത്? അങ്ങനെയൊന്നുമില്ല. ശരിക്കും അധികമൊന്നുമില്ല. ഒരു 6 വർഷം. സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ്? ആക്ച്വലി ഒരു കാര്യം അറിയോ, കഞ്ഞോളം ഭയങ്കര നല്ലതാ. കൊറിയയിലത്തെ ആൾക്കാർ വരുമ്പോ പോലും നമ്മള് കുറച്ച് കുടിക്കും ചെയ്ത് ഇവിടുന്ന് പാടകൃത്ത് കളടപ്പേ. ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുത്ത് പരിപാടി ഉണ്ടോ? എഴുത്ത് പരിപാടി ഉണ്ട്. ഒരു പരിപാടി ഇപ്പൊ പറഞ്ഞ പരിപാടി മാറി വേറെ തരത്തിൽ ഇങ്ങനെ വർഷം സ്റ്റാർട്ടിങ് 2 പരിപാടി പ്ലാൻ ഉണ്ട്. അത് പറയാനായിട്ടില്ല. അങ്ങനെ അല്ലല്ല എഴുത്ത്
എഴുത്ത് മാത്രം. ഞാൻ എനിക്ക് അഭിനയിക്കാൻ വേണ്ടി എഴുതുന്നത്. അതാകുമ്പോ റോളും കൺഫേം ആയി. അല്ല അങ്ങനെയായിരുന്നു എഴുതി. അതായത് ഇവന്റെ സ്ക്രിപ്റ്റ് കേട്ടാല് നായകനല്ലാതെ വേറൊരു ക്യാരക്ടർ നായകനേക്കാൾ ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടർ ഉറപ്പിച്ചോ? നായകനല്ല, നായകനോട് നമ്മള് പിടിക്കേണ്ട കാര്യമില്ല. അല്ല ഈ എഴുത്ത് ഇത് അതിനുവേണ്ടി തുടങ്ങിയ ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞ ചെറുതൊട്ടേ എഴുതും. സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച സ്കൂളിൽ കളിച്ച എല്ലാ നാടകങ്ങളും ഞാൻ എഴുതിയ നാടകങ്ങളാണ്. കാരണം മറ്റു വേറെ സ്കൂളിലൊക്കെ നല്ല പൈസ കൊടുത്ത് നാടകം പഠിപ്പിക്കാൻ വേണ്ടി കലോത്സവം ഭയങ്കര മത്സരമാണല്ലോ. അപ്പം പ്രത്യേകിച്ച് കോഴിക്കോട് നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ അവിടെ 7 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ നാടകം ചെയ്തത്. കോഴിക്കോട് 7 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ നാടകം ചെയ്തത്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റൂല. കാരണം ഞാൻ കാഞ്ഞിരപ്പുറം ഹയർ സെക്കൻഡറി അല്ല കാരപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ. എന്നുവെച്ചാൽ നോർമൽ സർക്കാർ സ്കൂളാണ്. അവിടെ ഒക്കെ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ നാടകങ്ങൾ കളിക്കാനൊക്കെ പരിമിതികളുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം ആ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ എഴുതിയത് കാരപ്പുറം സ്കൂളിൽ നിന്നല്ല, 7ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് തൊട്ടൊക്കെ എഴുതും. എന്നുവെച്ചാൽ നാടകങ്ങളാണ് എഴുതുന്നത്. ഇങ്ങനെ സ്ക്രീൻ പ്ലേ ഒന്നും അങ്ങനെ സ്ട്രോങ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ പതുക്കെ അത് അതിലേക്ക് മാറ്റിയതാണ്. ഈ നാടകത്തിനും അതുപോലെ സ്കിറ്റിനും, ഇപ്പോൾ ഒരു ചിരിയുടെ സ്കിറ്റിനും ഒക്കെ ആയിട്ട് ഈ കോമഡികളൊക്കെ ഇങ്ങനെ എഴുതുകയാണല്ലോ. അതായത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററുടെ തല ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അഭിനയിക്കാനായിട്ട് സ്ക്രിപ്റ്റ് വരുമ്പോഴേ ഈ സാധനങ്ങൾ കോമഡികൾ ഉൾപ്പെടെ വർക്ക് ആവാത്ത പോലെ തോന്നാറുണ്ടോ? കാരണം ഇതൊക്കെ നിങ്ങളുടെ തലയിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങളാണല്ലോ. അങ്ങനെയല്ല, വർക്കാവാത്ത പോലെ ഒന്നും തോന്നാറില്ല. കാരണം നമ്മൾ നോർമലി അവിടെ പറയുന്ന കോമഡികളും സിനിമയിൽ വരുമ്പം പറയുന്ന കോമഡികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉറപ്പായിട്ട് വ്യത്യാസം. അല്ല, ഈ കോമഡി പറഞ്ഞു പറഞ്ഞ് നമ്മളൊരു സാച്ചുറേഷനിൽ എത്തൂലോ. നമുക്ക് ഒരു സാധനവും വർക്കാവില്ല എന്ന് ബിബിനൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എഴുതി ഒന്നും വർക്കാവാത്ത പോലെ. അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ടെൻഷനാ. കാരണം നമ്മൾ വേറൊരു സാധനത്തിൽ ഇങ്ങനെ നിന്നിട്ടേ അതിന് ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ടെൻഷൻ എപ്പോഴും ഏത് സിനിമ വന്നാലും ഏതൊരു ക്യാരക്ടർ കിട്ടിയാലും ആ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട് എനിക്ക്. 2 മീറ്റർ ആണല്ലോ. അപ്പൊ അതിനകത്തേക്ക് എത്രമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനാണ് ഞാൻ. പക്ഷേ തുടക്കത്തിൽ നിന്ന് ഒരുപാട് മാറി. ഇപ്പം ഒരു പഠനമാണ് എന്നെ സംബന്ധിച്ചുള്ള സിനിമ ഒരു പഠിക്കുകയാണ് ഞാനിപ്പോ. ഒരു കാര്യം പറയാം, നമ്മൾ ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു സീൻ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു വെക്കുക എന്നുള്ളതല്ല ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത്. ശരി, അത് ഈ പടത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ആ ഒരു ഫ്ലോ, അതായത് അശ്വിൻ്റെ ആയാലും കാർത്തിയുടെ ആയാലും നമ്മൾ അതിലുള്ള പോലെ എല്ലാ ഡയലോഗും ഉണ്ടാവുക. അവരുടേതായിട്ടുള്ള രീതിക്ക് ഇംപ്രവൈസ് ചെയ്ത് ആ ഒരു രസത്തിൽ വരുമ്പോഴാണ് നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ ഇവരുടെ എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാളും ചിലപ്പോൾ നല്ല സാധനം നമുക്കത് കിട്ടും. ഔട്ട്ലൈൻ ആണ് കൊടുക്കുക. അതെ 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 അതെ. ഇപ്പൊ കാർത്തിനെ പറ്റി പറഞ്ഞോണ്ടേ, നിങ്ങളുടെ ജിംഖാനയിലുണ്ടല്ലോ സിനിമ മുഴുവൻ ഇറങ്ങിപ്പോയിട്ട് കാർത്തി അങ്ങ് കയറി കാർത്തി കോർന്ന് പറഞ്ഞ പുള്ളിയുടെ റീലൊക്കെ ഇറങ്ങി തകർക്കാണ്. മറ്റേ സാധനം ഉണ്ടല്ലോ, നീയാണോ ക്രിസ്റ്റഫർ? പിന്നെ വേണ്ട ഞാൻ തന്നെ എന്നെ അകത്ത് പോയി വിളിക്കാത്, മോണോ ആക്ട് ആണല്ലോ ഇവിടെ നടക്കണത്. കിഡിലൻ അവന്റെ മാത്രമുള്ള റീലുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങളാണല്ലോ അവിടെ ഉണ്ടായിരുന്ന ആശാൻ. എങ്ങനെ ഉണ്ടായിരുന്നു? ഓ കാർത്തി ആ ജിംഖാന പക്ഷെ വേറെ തന്നെ എക്സ്പീരിയൻസ്. കുറെ പുതിയ ആൾക്കാർ, കാർത്തി ആണെങ്കിലും ഷോണ് അങ്ങനെ ശിവ കുറെ പേരുണ്ടായിരുന്നല്ലോ. പക്ഷെ എല്ലാരും സന്ദീപൊക്കെ ഇപ്പൊ അപ്പോ അത് സന്ദീപൊക്കെ ഇപ്പൊ പെൺകുട്ടികളുടെ ഹരം അടുത്ത് എക്കോ നെക്സ്റ്റ് റിലീസ് പിള്ളേരുടെ സ്ക്രീൻ ഇതൊക്കെ കണ്ടോ? സ്ക്രീൻ ഇതൊക്കെ സ്ക്രീൻ സേവർ സന്ദീപാണോ? അങ്ങനെ കുറെ റീലൊന്നും കണ്ടിട്ടില്ലേ? കോളേജുകളിലൊക്കെ പെൺപിള്ളേരുടെ ഈ സ്ക്രീൻ സേവർ ഉണ്ടല്ലോ, അത് കാണിച്ചിട്ട് കുറെ റീല് വരും. സന്ദീപിന്റെ പല പല പോസിലുള്ള ഫോട്ടോസ്. ഇതൊക്കെ ഒറിജിനൽ ആണോ സന്ദീപിനെ കാശ് കൊടുത്ത് ചെയ്യിക്കണോ എന്ന് എനിക്കറിയില്ല. സംഭവം ഉണ്ട്. പക്ഷെ കാർത്തി ഒരു രക്ഷയില്ല. പാട്ട് എഴുതിയതവനാണ്. ഇറങ്ങിയ പാട്ട് അവനാ എഴുതിയത്. ഇറങ്ങാൻ പോണ പാട്ടിനും അവൻ തന്നെയാണ് അവനെ കൊണ്ട് ലിറിക്സ് എഴുതിക്കാനുള്ള കാരണം അത് നമ്മള് ബിബിൻ അശോക് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. അല്ല, ഇവൻ ഒരു പ്രാവശ്യം നമ്മള് ഇതിന്റെ ഒരു ഐഡിയ വന്നിട്ട് കുറെ ലിറിസിസ്റ്റിനൊക്കെ പ്ലാൻ ചെയ്തപ്പോ ഇവൻ എന്നോട് ഇങ്ങനെ ഇരുന്നപ്പോ എന്നെ പറഞ്ഞായിരുന്നു, വണ്ടിയിൽ വരും പറഞ്ഞാ ഞാനൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കട്ടെ ലുക്കോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ സിസിയോട് പറഞ്ഞാ അവൻ ഇവരോട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ഇങ്ങനെ അവനങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, വേണമെങ്കിൽ അവൻ എഴുതി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എഴുതറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തമാശക്ക് അങ്ങനെ അത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ബിബിൻ നമ്മൾ 2-3 പ്രാവശ്യം ലിറിക്ക് ഇങ്ങനെ എഴുതി പാട്ട് ഇങ്ങനെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക. ആ വേർഷൻ നമുക്ക് ആ ലിറിക്ക് ക്ലിക്ക് ആവില്ല. നമ്മൾ പറയും വേറെ എന്തെങ്കിലും നോക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തപ്പോ നമുക്ക് വർക്കാണ്. അതെ 2 പാട്ട് ഇനി അടുത്ത് വരാൻ പോണ പാട്ട് നല്ല രസമല്ല കാർത്തിക്, അതും നല്ല രസത്തിലാണ് ഇരിക്കുന്നത്. അത് ന്യൂജൻ ലിറിക്കാണ്. അതെ 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 അതെ. കാർത്തി വേറെ ലെവലായി പോയില്ലേ? കാർത്തി ഇന്റർവ്യൂവിനൊന്നും വരുന്നില്ല. സത്യം അല്ല അവനെന്തോ പേഴ്സണൽ കാര്യത്തിലോട്ട് വരാം.
അല്ലെങ്കിൽ അല്ല ഫസ്റ്റ് ഇന്റർവ്യൂവിന് ജിംഖാനയുടെ ഇന്റർവ്യൂവിന് ഇരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്നെ ഇതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്നൊക്കെ ഒരു ചിരിയുടെ ചോദിച്ചപ്പോ എന്നെ ഇതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അവന് അങ്ങനത്തെ ചോദിച്ചാൽ ഒരു അൾട്ടിമേറ്റ് പുച്ഛം സ്ഥിരഭാവമാണ്. എന്താ ചെറുക്കൻ പുച്ഛം സിനിമ കണ്ടപ്പോ മനസ്സിലായത് നാച്ചുറലി കുറച്ച് അങ്ങനെ തന്നെയാണ്. ഇച്ചിരി ഒരു പുച്ഛേഷാണ്. അങ്ങനെ ഭയങ്കര വർത്താനം പറയണ കൂട്ടത്തിലൊന്നല്ല തോന്നുന്നല്ലേ. പക്ഷെ ഓക്കെ ആയ എല്ലാരോടും ഭയങ്കര കമ്പനിയാ, ഭയങ്കര കമ്പനിയാ. അതെ നമ്മളെ സെറ്റിലെല്ലാം ഭയങ്കര സാറാണ് എല്ലാരും. ഇപ്പോഴടക്കം നമ്മള് എപ്പോഴും പുറത്തു പോയാലും വരായാലും എന്ത് വന്നാലും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട് എല്ലാരും. ഭയങ്കര ചർച്ച ഇല്ലെങ്കിൽ എന്താ സൂപ്പർ സ്റ്റാർ അല്ലേ, ഇന്റർവ്യൂവിന് വന്നില്ലെങ്കിൽ എന്താ നാളെ ഉണ്ടാവും. അമ്മയുണ്ടല്ലോ. സിനിമ റിലീസ് ആവാറായിണ്ടല്ലോ, ഏറെക്കുറെ ബിഹൈൻഡ് ദ സീൻസ് എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം. ഇനി സീനിൽ വരുന്ന എന്താന്ന് ഞങ്ങൾ കണ്ടിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊന്നും അല്ലാണ്ട് എന്തെങ്കിലും പറയണ്ടോ? ഈ പറഞ്ഞതൊന്നും അല്ലാണ്ട് എപ്പോഴും പറയാറുള്ളത് തന്നെയാണെങ്കിൽ പോലും ഈ സിനിമ ഭയങ്കര സ്പെഷ്യൽ, പേഴ്സണലി ഭയങ്കര സ്പെഷ്യലാണ്. ഇത് എങ്ങനെ വരും എന്ന് അറിയാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. മറ്റു സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേര് ഒപ്പം ഉണ്ടാവും, പല കുറെ സീനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, നമുക്ക് നിങ്ങളെ ഷോൾഡർ ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇത് വളരെ കുറച്ച് പേരുള്ളൂ. അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ട് ഉറപ്പായിട്ടും. പക്ഷെ കൂടെ ഇവരൊക്കെ ഉള്ളത് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പൊ ദൃശ്യാണെങ്കിലും അശ്വിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ കാർത്തി ആണെങ്കിലും, അപ്പോ അമ്മയാണെങ്കിലും മനോരമയാണെങ്കിലും എന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് മനോരമ. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ വന്ന് കാണാം ഫാമിലി ആയിട്ട്. ഇത് ഫാമിലി ആയിട്ട് എന്റർടൈനർ ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണാം 14-ാം തീയതി. ലുക്കുവിന്റെ വിശ്വാസം ലുക്കുവിനെയും അതിഭീകര കാമുകന്റെ ടീമിനെ മൊത്തത്തെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.